ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണോ? അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബനാന കേക്കാണ്. അപ്പോൾ ഇന്നലെയാണെങ്കിൽ ഞാൻ നമ്മുടെ ബേസിക് ഒരു സ്പോഞ്ച് കേക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അതൊന്ന് കാണും. നമ്മുടെ ബനാന കേക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. അപ്പം വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബൊക്കെ ചെയ്യൂ. അപ്പം ശരി, വീഡിയോ ഒന്ന് കാണൂ. നമുക്ക് ഈ ബനാന കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്കാണെങ്കിൽ ഒരു മീഡിയം സൈസ് അധികം ഒത്തിരി പഴുക്കാത്ത 2 ബനാന വേണം. അത് ഇതുപോലെ മുറിച്ചിട്ട് നമ്മളിത് ഒന്ന് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ സ്മാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം വെള്ളമൊന്നും കാണരുത്. നല്ല വൃത്തിയായിട്ട് കഴുകി ഉണക്കിയ പാത്രത്തിൽ വേണം ഇത് ചെയ്യാനായിട്ട്. ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം. എന്നിട്ടിത് മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രം എടുത്തിട്ട് 2 മുട്ട, അതും റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട വേണം. അതായത് ഫ്രിഡ്ജിലൊന്നും വെക്കാത്ത നമ്മൾ അല്ലാതെ വെളിയിൽ വെച്ചിരിക്കുന്ന 2 മുട്ട ഇതിന് വേണം. അത് അതിന് ശേഷം നമ്മളൊന്ന് ബീറ്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒരു 1/2 കപ്പ് ഷുഗർ. അപ്പം നമ്മുടെ ബനാനയ്ക്ക് നല്ല മധുരം ഉള്ള പഴമാണെങ്കിൽ ഇവിടെ അല്പം ഷുഗർ കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ 1/2 കപ്പ് ഷുഗറാണ്. അത് നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളിതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ്സ് ഷുഗർ ഇട്ടിട്ട് 5 മിനിറ്റ്സ് നന്നായിട്ട് ബീറ്റ് ചെയ്താൽ ഈ ബാറ്റർ അങ്ങ് നല്ല ഡബിളാവും. അതുവരെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യണം. ഇത് എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം നമ്മളാണെങ്കിൽ ഇതിന് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ 1/2 കപ്പ് ഷുഗറല്ലേ എടുത്തത്, അതുപോലെ തന്നെ 1/2 കപ്പ് ഓയിൽ വേണം. ഓയിൽ എടുത്തത് കിട്ടിയിട്ടില്ല, പക്ഷേ ഓയിലും വേണം. ഓയിലും അതുപോലെ തന്നെ 1/2 കപ്പ് മിൽക്ക് കൂടെ നമ്മൾ ഈ ബാറ്ററിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ 1.5 കപ്പ് മൈദാപ്പൊടിയാണ് എടുക്കുന്നത്. ഈ 1.5 കപ്പ് മൈദാപ്പൊടിയും അതുപോലെ തന്നെ നമ്മൾ ബേക്കിംഗ് സോഡ, അതും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും നമ്മളൊരു അരിപ്പ പോലത്തെ അതിനകത്തിട്ട് അരിച്ചാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മളാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഞാൻ ഒരു 1/2 കപ്പേ കാണിക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 1.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ഇതും അതുപോലെ തന്നെ 1 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളിതുപോലെ ഈ അരിപ്പയിൽ ഇതുപോലെ പാത്രത്തിലിട്ട് വേണം ഇതുപോലെ അരിച്ച് നമ്മൾ ഇതിനകത്തോട്ട് ഇടാൻ വേണ്ടി. അപ്പം നമുക്ക് കട്ടയൊന്നും പിടിക്കത്തില്ല. അന്നേരം നമുക്കിത് നന്നായിട്ട് ബീറ്റ് നമ്മുടെ കേക്ക് നന്നായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഈ കൊക്കോ പൗഡർ ഇല്ലാത്തവർ 1 ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്ന കൊക്കോ പൗഡർ. അതില്ലെങ്കിൽ നമ്മുടെ ബ്രൗൺ ഷുഗർ ചേർത്താലും മതി. നമ്മുടെ 1/2 കപ്പ് ഷുഗറിന് പകരം നമ്മൾ അതിന് പകരം മറ്റേ ഈ ബ്രൗൺ ഷുഗർ ചേർത്താലും മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളാണെങ്കിൽ നേരത്തെ നമ്മൾ നന്നായിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ബനാന ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളാണെങ്കിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യുന്നത് ആ പാത്രത്തിലോട്ട് നമ്മളാണെങ്കിൽ ഒരു ബേക്കിംഗ് ഷീറ്റ് ഇട്ടിട്ട് അത് ഇതിനകത്തോട്ട് ഒഴിച്ച് അതിനകത്ത് എയറൊക്കെ കളഞ്ഞിട്ട് നമ്മളൊരു 180-ൽ ഒരു 30 മിനിറ്റ്സ് അല്ലാതെ 30 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ സിമ്പിളാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. വേറെ ഞാനാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ മൊത്തത്തിൽ മതിയാവും. എല്ലാ ഇൻഗ്രീഡിയൻസ് വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിത് ശരിക്കും പറഞ്ഞാൽ ചൂടോടെയാണ് കട്ട് ചെയ്തത്. അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ആവി പറക്കുന്ന കാണാം നിങ്ങൾക്കിതിൽ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. അപ്പം താങ്ക് യു, ബൈ ബൈ, സീ യു, കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു.